ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്രാംസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യാൻ പോണത് ചിക്കൻ റൈസാണ്. ചിക്കൻ റൈസ് എന്ന് കേൾക്കുമ്പോൾ ചിക്കനും ചോറും കൂടിയിട്ട് നമ്മുടെ ബിരിയാണി പോലെയുള്ള ഒരു ഡിഷാണെന്ന് വിചാരിക്കേണ്ട. ഇത് ചിക്കൻ ചേർക്കാതെയുള്ള ഒരു റൈസാണ് കേട്ടോ. സിംഗപ്പൂരിലൊരു പോപ്പുലർ റൈസ് വെറൈറ്റി ആണ് കേട്ടോ ചിക്കൻ റൈസ്. അപ്പോൾ ഇത് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ കൂടെയോ അല്ല സ്റ്റീംഡ് ചിക്കൻ്റെ കൂടെയോ ഇല്ലാന്നുണ്ടെങ്കിൽ എഗ് ഫ്രൈ ഇങ്ങനെയുള്ള കോമ്പിനേഷനിൽ കഴിക്കാം. ചിക്കൻ റൈസ് എങ്ങനെയാണ് ചെയ്യാമെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നും കാണാം കേട്ടോ. വൈറ്റ് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് 3 കപ്പ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് തായ് ഫ്രേഗ്രൻറ്റ് റൈസാണ്. ഞാൻ പൊന്നി റൈസ് വെച്ചിട്ടും സാധാരണ ചെയ്യാറുണ്ട്. ഏത് ടൈപ്പ് വൈറ്റ് റൈസ് ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഏകദേശം 100 ഗ്രാംസ് അൺസോൾട്ടഡ് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ക്യൂബ്സ് ആണിത്. 3 കപ്പ് റൈസിന് 4 ചിക്കൻ ക്യൂബ്സ് ആണ് എടുത്തിരിക്കുന്നത്. 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ പാൻഡാൻ ലീവ്സ്. ഇതാണ് പാൻഡാൻ ലീവ്സ്. സിംഗപ്പൂർ ഇത് കോമൺലി അവൈലബിൾ ആണ്. അതേപോലെ ഇവിടെ പാൻഡാൻ ഫ്ലേവേർഡ് കേക്ക്സ്, പിന്നെ ക്രീപ്സ് ഇതൊക്കെ കിട്ടും. നാട്ടിലിതിനെ രംഭയില എന്നാണ് പറയണത്. നാട്ടിൽ ഞാൻ ഈ ലീവ്സ് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡ്രം സൈഡിൽ അവരുടെ വീട്ടിലൊക്കെ ഈ ലീവ്സ് ഉണ്ടെന്ന്. ആവശ്യത്തിന് ഉപ്പ് വേണം. ഇതൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ പാൻഡാൻ ലീവ്സ് ഓപ്ഷണലാണ്. അത് ജസ്റ്റ് ഒരു നല്ലൊരു ഫ്ലേവർ കൊടുക്കും റൈസിന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൈസ് കുക്കറിലാണ് കുക്ക് ചെയ്യണത്. ഇനിയിപ്പോൾ പ്രഷർ കുക്കറിലായാലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. റൈസ് കുക്കർ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ബട്ടറാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളിനി എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ബിഗ് ചങ്ക്സ് ആയിട്ടാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് തന്നെയാണ് റൈസ് ഇട്ടിട്ട് വേവിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ബൈറ്റ്സ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടാവില്ല. അപ്പോൾ നമുക്ക് റൈസ് കുക്കായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പീസസ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ ചിക്കൻ ക്യൂബ്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ്. ആക്ച്വലി ഓതൻറ്റിക് ആയിട്ടുള്ള ചിക്കൻ റൈസ് ചിക്കൻ സ്റ്റോക്കിലൊക്കെയാണ് കേട്ടോ വേവിച്ചെടുക്കണതൊക്കെ. അതൊക്കെ ഭയങ്കര പ്രൊസീജിയറാണ്. അപ്പോൾ അത് കാരണം ഞാനിത് ഈസി വേയിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ ചിക്കൻ ക്യൂബ്സ് വെച്ചിട്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ചിക്കൻ ക്യൂബ്സ് മെൽറ്റ് ആയിട്ടുണ്ട് ബട്ടറിൽ കിടന്നിട്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ ക്യൂബ്സ് നല്ലോണം മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് നല്ലോണം തിളച്ചിട്ടുണ്ട്. മാത്രമല്ല ചിക്കൻ ക്യൂബ്സൊക്കെ നല്ലതായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായിക്കോട്ടെ. അതിനുശേഷം വേണം നമുക്ക് അതിലേക്ക് പാൻഡാൻ ലീവ്സും റൈസും ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ ക്യൂബ്സ് ഭയങ്കര സോൾട്ടിയാണ്. അപ്പോൾ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പാൻഡാൻ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. പാൻഡാൻ ലീവ്സ് കണ്ടോ, ഞാനിങ്ങനെ കെട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഇപ്പോൾ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. റൈസ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. ആ സമയം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ റൈസ് കുക്കായിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. വല്ലാതെ സോഫ്റ്റ് ആവാൻ പാടില്ല കേട്ടോ. നമ്മുടെ ബിരിയാണി റൈസൊക്കെ കുക്ക് ചെയ്തെടുക്കില്ലേ, അതേപോലത്തെ ഒരു ടെക്സ്ചറിലായിരിക്കണം. റൈസ് ഓരോന്നും വിട്ട് വിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇപ്പം ഞാൻ അതിൽ നിന്ന് പാൻഡാൻ ലീവ്സ് കണ്ടോ ഞാൻ എടുത്ത് മാറ്റി. അതേപോലെ തന്നെ ആ ജിഞ്ചറിൻ്റെ ചങ്ക്സും എടുത്ത് മാറ്റി. ഇത് കണ്ടോ, റൈസ് വെന്ത് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ അതിൻ്റെ മേലെ വന്ന് കിടക്കും. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് റൈസ് മിക്സ് ചെയ്യാണ്.
നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വൈറ്റ് പൊന്നി റൈസ് എടുക്കാം. അപ്പോൾ അങ്ങനെ പൊന്നി റൈസാണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 കപ്പിന് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതായത് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള മെഷർമെൻറ്റിൽ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ചിക്കൻ റൈസ് റെഡി. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈയുടെ കൂടെയോ സ്റ്റീംഡ് ചിക്കൻ്റെ കൂടെയോ ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ സെർവ് ചെയ്യാം. ഈ സിമ്പിൾ ചിക്കൻ റൈസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇതേപോലെയുള്ള സിമ്പിളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.